ക്യാപ്റ്റൻ ഹരി അച്യുതവാര്യർ ബേപ്പൂർ തുറമുഖ ഓഫീസിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. പുറംകടലിൽ പരിക്കേറ്റവരെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഉള്ളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെൻറ്റ്, ആംബുലൻസ്, അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമ്മളല്ല ചെയ്യുന്നത്. ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ്, നേവി അവരായിരിക്കും അത് ചെയ്യുന്നത്. 70 കിലോമീറ്റർ എന്നാണ് കിട്ടിയ വിവരം. കിലോമീറ്റർ. അതെ, നോട്ടിക്കൽ മൈൽ. അതെ അതെ, അതിലും അടുത്താണ് അഴീക്കൽ. അഴീക്കലിൽ നിന്ന് 40 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ജീവൻ രക്ഷ എന്നുള്ളത് തന്നെയാണ്. അതിലുള്ള ജീവനക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. പിന്നീടാണ് അതിലത്തെ ചരക്കായാലും ഷിപ്പായാലും. 70 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് 70 കിലോമീറ്റർ ആണ്. ഏകദേശം 40ഓളം നോട്ടിക്കൽ മൈൽ. അതിന്റെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഈ ഓഫീസിലില്ല. ഈ കണ്ടെയ്നറുകളിൽ പിന്നെ അപകടകരമായ ഒരുപാട് വസ്തുക്കളുണ്ട് എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഇത് ഷിപ്പ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതിലാണ് ഉണ്ടാവുക ഇതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോപ്പി അവൈലബിൾ ആയിട്ടുള്ളത് ഡിസ്പോർട്ട്, അതായത് കൊളംബോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ JNPT, ഇവിടങ്ങളിലെ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാണുമ്പോൾ കപ്പലിന്റെ മധ്യഭാഗത്താണ് തീ ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാരണം എന്നുള്ള പ്രാഥമിക വിവരങ്ങളോ നിഗമനങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഇതിൽ കണ്ടെയ്നറിലുള്ള ചരക്കിന് തീ പിടിച്ചാവാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഡെക്കിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. മധ്യഭാഗത്ത് നിന്ന് പുക കണ്ടു, അത്രയേ ഉള്ളൂ. കപ്പലിൻ്റെ ഉൾഭാഗത്ത് തീ പിടിച്ചിട്ട് ആ പുക പുറത്തേക്ക് വന്നതും ആവാം. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴാണ് കിട്ടുന്നത്. 11 മണിക്ക് നമുക്ക് ഈ ഏജൻസികളിൽ നിന്നല്ല കിട്ടുന്നത്. ഇതിൻ്റെ കപ്പലിൻ്റെ ഉടമസ്ഥൻ്റെ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ അവരാണ് നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്നോ നേവിയിൽ നിന്നോ അല്ല നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അല്ല, നമ്മൾ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാർഫ് ഉപയോഗിക്കും. വാർഫിൽ വെച്ചിട്ട് അവരതിനെ വെസലിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റും, എന്നിട്ട് കൊണ്ടുപോകും. അതൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതിലെന്തായിരുന്നു കാർഗോ. ചില കാർഗോ ഉണ്ട് ഉള്ളിൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും തീ പിടിക്കുന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. അതിൻ്റെ ലൈവല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് മീഡിയയിലൊക്കെ. അല്ലല്ല, ബേപ്പൂരിൽ നിന്ന് പോയിട്ടുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കോസ്റ്റ് ഗാർഡും എത്തിയിട്ടുണ്ട്, നേവിയും എത്തിയിട്ടുണ്ട്. അവർ ലൈവായിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ അടക്കം കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. മിസ്സിംഗ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇപ്പം നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് അനുസരിച്ച് അവിടെ അത്ര മോശമായിട്ടുള്ള കാലാവസ്ഥയൊന്നും അല്ല. അതുകൊണ്ട് കണ്ടെത്തൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാവാൻ സാധ്യതയില്ല. കാരണം ഇവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ട്രെയിൻഡ് ആണല്ലോ. എന്തായാലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ ഒരു വെള്ളത്തിലേക്ക് ചാടാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും. ക്യാപ്റ്റൻ ഹരി അച്യുതവാര്യർ ബേപ്പൂർ തുറമുഖത്തെ ഓഫീസർ, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ കുറച്ചുകൂടി അടുത്താണ്. 75 നോട്ടിക്കൽ മൈൽ ബേപ്പൂരിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, അത്രയും ഇല്ല. അതിനേക്കാൾ 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അഴീക്കലിൽ നിന്ന് പിന്നെയും അടുത്താണ്. ബേപ്പൂരിൽ നിന്നും അടുത്താണ്. അഴീക്കലിൽ നിന്ന് അതിന് പിന്നെയും
കുറവ് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ക്യാപ്റ്റൻ ഹരി അച്യുത വാര്യർ പറയുന്നത്. ഇതിനെപ്പറ്റി ആദ്യം വിവരം കിട്ടുന്നത് കപ്പൽ കമ്പനി ഏജന്റ് വിളിച്ച് പറയുമ്പോഴാണ്. ഇപ്പോൾ ഈ രീതിയിൽ കപ്പൽ കമ്പനി ചികിത്സാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ചില സൂചനകൾ വരുന്നുണ്ട്. 10 ആംബുലൻസുകൾ സജ്ജമാക്കി നിർത്താനാണ് കപ്പൽ കമ്പനി ഏജന്റ് മുഖേന ഈ കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രകാരമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 5 പേർക്ക് പൊള്ളലുണ്ട്. അതിൽ 1-2 പേരുടെ നില ഗുരുതരമാണ് എന്നും ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. രക്ഷാദൗത്യത്തിന് കോസ്റ്റ് ഗാർഡിൻ്റെ 5 കപ്പലുകളടക്കം ഡോണിയർ വിമാനം നിരീക്ഷണമടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിലെന്തായാലും തീപിടിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ക്ലാസ് 3 വിഭാഗത്തിൽപ്പെട്ട വർഗീകരണത്തിൽപ്പെട്ട തീപിടിക്കാൻ സാധ്യതയുള്ള വായുസ്പർശമേറ്റാൽ തീപിടിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടായാൽ തീപിടിക്കുന്ന വസ്തുക്കളൊക്കെ ഈ പറയുന്ന കണ്ടെയ്നറുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. കപ്പലിൻ്റെ നിയന്ത്രണം ഏതാണ്ട് നഷ്ടമായി എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത്. അതിലിപ്പോൾ ഈ പറയുന്ന ജീവനക്കാർ ആ കപ്പലില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നിയന്ത്രണം നഷ്ടമായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് രീതിയിലാണ് ഈ തീപിടുത്തം നിയന്ത്രിക്കാനുള്ള നടപടികൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇതിൽ വിഷാംശമുള്ള അല്ലെങ്കിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് ഏതാണ്ട് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നവരും. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ തീരദേശം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി.